നമുക്കറിയാം നിക്കാഹ് തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന ഒരു വാക്കുണ്ട്. അതാണല്ലോ നിക്കാഹിന്റെ വാചകം പറയുന്നതിന് മുമ്പ് ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതേ, വിവാഹം നടത്തുന്ന വരനോട് വലിയ പറയുന്നൊരു വാക്കാടത്. നിനക്ക് ഞാൻ എൻ്റെ മകളെ ഇതാ വിവാഹം ചെയ്തു തരുന്നു, നിക്കാഹ് ചെയ്തു തരുന്നു. പക്ഷെ ഒരു കാര്യം, ഒരു കരാറ് പറയാനുണ്ട്. എന്താണ് കരാറ്? അലാമാ അമറല്ലാഹു ബിഹി, അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ച്. അതെന്താണ്? മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നല്ല നിലക്ക്, അറിയപ്പെട്ട നിലക്ക്, വേണ്ട വിധത്തിൽ എൻ്റെ മകളുമായി നീ കൂട്ടുജീവിതം നയിക്കണം. അവളെ പീഡിപ്പിക്കാൻ പാടില്ല, അവളെ ചീത്ത വിളിക്കാൻ പാടില്ല, അവളെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല, അവളെ കുടുംബത്തെയോ അതേ ആ കുടുംബത്തിൽപ്പെട്ടവരെയോ അവളെ മുന്നിൽ വെച്ച് തെറി വിളിക്കാനോ കുറ്റം പറയാനോ പാടില്ല. അഥവാ കുറ്റമുണ്ടെങ്കിൽ തന്നെ കുറ്റം ചെയ്തവരോട് സ്വകാര്യത്തിൽ പറഞ്ഞ് നന്നാക്കുകയല്ലാതെ കുറ്റം ചെയ്യാത്തവരെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. നിന്റെ ആങ്ങള അങ്ങനെയാണ്, അല്ലെ നിന്റെ ബാപ്പ ഇങ്ങനെയാണ്, നിന്റെ ഉമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സിങ്ങനെ വേദനിക്കൂലേ? അത് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഭാര്യയും ഭർത്താവുമായി ജീവിക്കാനാണല്ലോ വിവാഹം നടത്തുന്നത്. പക്ഷേ ആ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവുമായി അടുക്കുന്നില്ല, അവനെ തൊടാൻ അനുവദിക്കുന്നില്ല, അവനെ അകറ്റി നിർത്തുകയാണ്. അങ്ങനെ വന്നാൽ ആ ഭാര്യയെ അടിക്കാൻ പറ്റുമോ? വേദനിപ്പിക്കാൻ പറ്റുമോ? അതല്ലല്ലോ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നല്ല നിലയ്ക്ക് പിരിച്ചേക്കണം. അതേ, അവൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ, ഞാനുമായി മുന്നോട്ട് പോകാൻ അവൾ തയ്യാറല്ലെങ്കിൽ അവളെ പിന്നെ ഇട്ട് കുടുക്കി വിഷമിപ്പിക്കണ്ട. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നല്ല നിലക്ക് അവളെ ഒഴിവാക്കി കൊടുക്കണം. ഈ രണ്ട് കാര്യം കരാറ് പറഞ്ഞുകൊണ്ടാണല്ലോ നിക്കാഹിന്റെ വാചകം തുടങ്ങുന്നത് തന്നെ. സുഹൃത്തുക്കളെ, അപ്പോൾ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഭാര്യയെ ആക്രമിക്കാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല, മനസ്സിന് വേദന ഉണ്ടാകുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല. ഇതുപോലെ സഹോദരിമാരും മനസ്സിലാക്കണം. വെറുതെയല്ല വിവാഹം കഴിച്ചത്. അങ്കഹതുക ബിന്ദി ബിമഹരി കഥാ, ഇത്ര മഹറിന് ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു മഹർ